വസുദേവസുതം ദേവം കംസജാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 7-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമാത്മാവിനെ കുറിച്ചുള്ള അറിവാണ് അർജുനന് നൽകുന്നത്. നമുക്കവയെ കോർത്തിണക്കി മനസ്സിലാക്കാം. ഈശ്വരനെ നിസ്സംശയമായി എങ്ങനെയാണ് അറിയാൻ പറ്റുക എന്നാണ് 7-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. പരമാത്മാവിൻ്റെ 2 വിധ പ്രകൃതികളെക്കുറിച്ച് ആദ്യമായി പറയുന്നു. അപരാപ്രകൃതിയും പരാപ്രകൃതിയും. അപര എന്ന് വെച്ചാൽ ജഡവസ്തുക്കളെ കുറിക്കുന്നു. പര അവയിലെ ജീവചൈതന്യമാണ്. ഇത് രണ്ടും ചേർന്നതാണ് ജഗത്ത്. ശരീരം അപരാപ്രകൃതി, അതിന് പ്രാണൻ നൽകുന്ന ജീവനാണ് പരാപ്രകൃതി. ജീവൻ്റെ സാന്നിധ്യം കൊണ്ട് ജഡങ്ങളായ വസ്തുക്കൾ പ്രവർത്തിക്കാനുള്ള ശേഷി നേടുന്നു. ശരീരത്തിലെ ജീവചൈതന്യമാണ് ജീവാത്മാവ്. നശിക്കുന്ന ശരീരത്തിൽ നശിക്കാത്ത ആത്മചൈതന്യം. ഏകനായ പരമാത്മ ചൈതന്യം ജഗത്തിലെ പലവിധ നാമരൂപങ്ങളുള്ള ശരീരങ്ങളിലൂടെ പ്രകാശിക്കുന്നു. ഉദാഹരണമായി സൂര്യചന്ദ്രന്മാരിൽ കൂടി പ്രകാശമായും, ജലത്തിൽ രസമായും, ആകാശത്തിൽ ശബ്ദമായും, ഭൂമിയിൽ ഗന്ധമായും ആയി ഏക പരമാത്മാവ് പ്രകാശിക്കുന്നു. ജീവികളിലെ സത്വരജതമോ ഗുണങ്ങളും പരബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായവയാണ്. മായ പരമാത്മാവിനെ ജീവാത്മാക്കളിൽ നിന്ന് മറയ്ക്കുന്നു. അവിവേകികൾ മായാവലയത്തിൽപ്പെട്ട് പരമാത്മാവിനെക്കുറിച്ചറിയാതെ ലൗകിക വിഷയസുഖങ്ങളിൽ മുഴുകുന്നു. വളരെ കുറച്ചാളുകൾ മാത്രമേ പ്രപഞ്ചശക്തിയെ അല്ലെങ്കിൽ പരമാത്മാവിനെ അറിയാൻ ശ്രമിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ജ്ഞാനികൾ ഈശ്വരനാണ് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈശ്വരപ്രാപ്തിയെ ആഗ്രഹിച്ച് ആത്മസമർപ്പണത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്നു. പല ജന്മങ്ങളിലെ ധ്യാനപുണ്യം കൊണ്ട് ആത്മാവിനെ അറിഞ്ഞ് വാസുദേവ സർവമിതി എന്ന അറിവോടുകൂടി ആത്മാനുഭവം നേടുന്നു. ഇങ്ങനെ ജ്ഞാനത്തിലൂടെ അനുഭവത്തിലെത്തുന്നത് കൊണ്ട് ജ്ഞാനവിജ്ഞാന യോഗമാണ് 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് ഭഗവാൻ അക്ഷരമായ ബ്രഹ്മം എങ്ങനെയാണ് നാനാവിധ നാമരൂപങ്ങളിലുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിലനിർത്തി ലയിപ്പിക്കുന്നു എന്ന് പറഞ്ഞു തരുന്നു. നാശമില്ലാത്ത ഏകനായ ബ്രഹ്മം പഞ്ചഭൂതാത്മകമായ ജഡവസ്തുക്കളെ സൃഷ്ടിച്ച് അതിഭൂതം എന്ന പേരിലും ഈ ജഡവസ്തുക്കൾക്ക് ജീവൻ നൽകി ജീവാത്മാവ് അല്ലെങ്കിൽ അധ്യാത്മം എന്ന പേരിലും ഈ ശരീരത്തിലെ മനോബുദ്ധികൾക്ക് അറിവും കഴിവും നൽകി അതിദൈവം എന്ന പേരിലും ഈ സൃഷ്ടി പ്രവർത്തികളെ കർമ്മം എന്ന പേരിലും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായ ശരീരത്തിൽ അതിയജ്ഞൻ എന്ന പേരിലും പ്രകാശിക്കുന്നു. ഇതെല്ലാം ഒരേ പരമാത്മാവ് തന്നെയാണ്. സർവം ബ്രഹ്മമയം എന്നറിയുന്ന ജ്ഞാനി നിരന്തരമായ ഈശ്വര സ്മരണത്തോടെ ജീവിച്ച് ഈശ്വര സ്മരണത്തോടെ തന്നെ ദേഹത്യാഗവും ചെയ്യുന്നു. മരണസമയത്തെ ചിന്തകൾ അടുത്ത ജന്മപ്രാപ്തിയെ നിശ്ചയിക്കുന്നു. എപ്പോഴാണ് മരണം സംഭവിക്കുക എന്നറിയാത്തത് കൊണ്ട് എപ്പോഴും ഈശ്വര സ്മരണത്തോടെ ജീവിക്കുക എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. നിനക്ക് ദേഹാന്ത്യത്തിലും ഈശ്വര സ്മരണത്തോടെ ശരീരം ത്യജിക്കാൻ സാധിക്കും. അങ്ങനെ നീ എന്നെ തന്നെ വന്ന് പ്രാപിക്കും. അക്ഷരബ്രഹ്മപ്രാപ്തി ഉണ്ടായാൽ പിന്നെ പുനർജന്മമില്ല. ഈ ജഗത്തിലെ ബ്രഹ്മലോകം വരെ ഉള്ളവ പുനരാവർത്തി ഉള്ളവയാണ് എന്ന് വെച്ചാൽ പരമാത്മാവിനാൽ സൃഷ്ടിക്കപ്പെടുന്നവയാണ്. അതിനാൽ വന്നും പോയും ഇരിക്കുന്നവയുമാണ്. ഭൂമിയിൽ വേദം, യജ്ഞം, യാഗം മുതലായവ അനുഷ്ഠിക്കുന്ന വേദജ്ഞന്മാർ പുണ്യം സമ്പാദിച്ച് ബ്രഹ്മലോകം വരെ പോയി പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും മർത്യലോകത്തിൽ വന്ന് ജനിച്ച് കർമ്മങ്ങളെ തുടരുന്നു. എല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോഴും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഏക ചൈതന്യമാണ് പരമാത്മാവ്. ഈ ബ്രഹ്മപദത്തെ പ്രാപിക്കലാണ് അക്ഷര ബ്രഹ്മയോഗം.
ബ്രഹ്മജ്ഞാനികൾ പരിപൂർണമായ ഈശ്വരധ്യാനത്തോടുകൂടി ജീവിച്ച് ദേഹത്യാഗം ചെയ്ത് ദേവയാനം എന്ന പ്രകാശമാർഗത്തിലോട്ടുയർന്ന് പരമപദം പ്രാപിക്കുന്നു. വേദം, യജ്ഞം, ദാനം മുതലായവയിലൂടെ പുണ്യം നേടിയവരുടെ ആത്മാവ് പിതൃയാനം എന്ന ഇരുളടഞ്ഞ മാർഗത്തിലൂടെ ഉയർന്ന് ചന്ദ്രലോകം വരെ പോയി വീണ്ടും മർത്യലോകത്തിൽ ജനിച്ച് ജനന മരണ ചക്രത്തിൽ പെടുന്നു. തുടർന്ന് രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലൂടെ ഭഗവാൻ പരമപവിത്രമായ അറിവ് അർജുനന് നൽകുന്നു. അർജുന, ജീവാത്മാക്കളെ മുഴുവൻ ഞാൻ മായയിലൂടെ സൃഷ്ടിച്ച് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന എൻ്റെ ചൈതന്യത്തിൽ നിലനിർത്തി വീണ്ടും മായയിലൂടെ പ്രകൃതിയിൽ തന്നെ ലയിപ്പിക്കുന്നു. എന്നാൽ ഈ കർമ്മങ്ങളിലൊന്നും എനിക്ക് ഒരൊട്ടലുമില്ല. എൻ്റെ സാന്നിധ്യത്തിൽ മായയാണ് സൃഷ്ടി ചെയ്യുന്നത്. മഹാനായ വായു ആകാശത്തിലൂടെ സഞ്ചരിക്കും പോലെ ജീവാത്മാക്കൾ പ്രകൃതിയിലൂടെ വരുന്നു, നിലനിൽക്കുന്നു, മറയുന്നു. പ്രപഞ്ചരൂപിയായ പരമാത്മാവിൻ്റെ യോഗ ഐശ്വര്യത്തെ നമുക്ക് മനസ്സിലാക്കിയാൽ ഞാനെന്ന ഭാവം മറയും. വെള്ളിത്തിരയിൽ വന്നു പോകുന്ന പടങ്ങളെപ്പോലെ പരമാത്മാവിൽ വന്നും പോയും ഇരിക്കുന്നവയാണ് ജീവാത്മാക്കൾ. മാറ്റമില്ലാത്ത പരമാത്മ ചൈതന്യത്തിൽ മിന്നി മറയുന്നു ജീവാത്മാക്കൾ. ശരീരത്തിൻ്റെ വിലയില്ലായ്മ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരം ക്ഷയിച്ച് മനോബുദ്ധികൾ പരമാത്മാവിൽ അർപ്പിതമാകും. അങ്ങനെ നാം ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെയും അതിൽ നിന്ന് കിട്ടുന്ന സുഖദുഃഖങ്ങളെയും എല്ലാം ഈശ്വരാർപ്പണമാക്കിയാൽ ഭഗവാൻ നമ്മെ കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചിതനാക്കി പരമപദത്തിലെത്തിക്കും. നാം എന്ത് കഴിക്കുന്നുവോ, എന്ത് ചെയ്യുന്നുവോ, എന്ത് ചിന്തിക്കുന്നുവോ എല്ലാം ഭഗവാനിൽ അർപ്പിക്കാൻ ശീലിക്കാം. ഭഗവാൻ പറയുന്നു, എത്ര പാപിയായാലും എന്നെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഞാൻ അവനെ ഉദ്ധരിച്ച് മോക്ഷപ്രാപ്തിയിൽ എത്തിക്കും. ഭഗവാന്റെ പരമമായ വേദവാക്ക് മനസ്സിലാക്കിയ നാമും സദാ ഈശ്വരധ്യാനത്തോടെ കർമ്മങ്ങളെ ഭഗവാനിൽ അർപ്പിച്ച് ജീവിക്കാൻ ശ്രമിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.